ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ടിയിലുള്ള ഏതോ ഒരു ഉള്ളിലുള്ളൊരു ഗ്രാമത്തിലായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ നേരെ അമൃത്സർ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ പഞ്ചാബിലേക്ക് കയറി അമൃത്സർ ഗോൾഡൻ ടെമ്പിളൊക്കെ കാണാനുള്ള പരിപാടിയിലാണ് ഇന്ന് നമ്മൾ യാത്ര തുടങ്ങാൻ പോകുന്നത്. എന്താ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ ഇവിടെ കുറേ പേരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ വില്ലേജ് ആൾക്കാരാണ്. നമ്മളെ കണ്ടിട്ട് കുറേ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എല്ലാവരും നല്ല സപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. എനിക്കൊരു അത്ഭുതമൊക്കെ തോന്നി. നമ്മൾ ഇത്രയും ദൂരമൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കണ്ടിട്ട് ഭയങ്കര അത്ഭുതമൊക്കെ തോന്നിയിട്ടുണ്ട്. അതേപോലെ ടെൻറ്റൊക്കെ കാണുന്നതിന് ചില സ്ഥലത്ത് ചില ആൾക്കാർക്ക് ഭയങ്കര എന്താ പറയുക, എന്താ സംഭവം എന്നുള്ളൊരു സംഭവം അവർക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ എത്ര റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോവാണ്. ഞാൻ ഈ കഴിഞ്ഞ വീഡിയോനകത്ത് പറഞ്ഞ ചെക്കൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ തിരിക്കുകയാണ് നേരെ ഗോൾഡൻ ടെമ്പിളിലേക്കുള്ള കാഴ്ചകളുമായി. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തുടങ്ങാം. ബൈക്ക് കണ്ട വില്ലേജ് ആട്ടോ. ഇത് കണ്ടോ, ഒരു മലേൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. അതേപോലെ ഇതാ അവിടെയുണ്ട്, അവിടെ ഉണ്ട്, അതിൻ്റെ മുകളിലുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. എല്ലാം ചെറിയൊരു വില്ലേജ് ടൈപ്പാണ് ഉള്ളത്. ഇവിടെ മൊത്തമായിട്ട് ഇങ്ങനെ മലേൻ്റെ സൈഡ് ഇങ്ങനെ ചെത്തിയിട്ട് അവരെ കൃഷിപ്പാടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഒരു അട്ടി ഈ സ്റ്റെപ്പ് പോലെ ഇത് അവിടെ കണ്ടോ, അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ള് സ്റ്റെപ്പ് വൈസാണ് ഇവരെ കൃഷിപ്പാടങ്ങളുള്ളത്. അപ്പോൾ ഇപ്പോൾ സീസൺ അല്ലാതെ കൊണ്ട് എല്ലാം കൃഷിയൊക്കെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ പോകുന്ന വൈകി ഇതാ ഹൈവേൻ്റെ സൈഡിൽ കൂടി തന്നെ കണ്ടാണ്. നമ്മളിപ്പോൾ പോകുന്നത് ഉള്ളിൽ കൂടിയുള്ള റോഡാണോ, അതായത് ഉന എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മൾ മണ്ടിയിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. ഉന എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടി തന്നെ നേരെ അമൃത്സറിലേക്ക് പോവാണ്. ഷോർട്ടാണ്. മറ്റേ ചണ്ഡീഗഡ് വഴി പോവുകയാണെങ്കിൽ കുറേ ലോങ്ങാണ്, കുറേ കിലോമീറ്റർ കൂടും. അപ്പോൾ ഇതുവഴി ഞങ്ങൾ സെലക്ട് ചെയ്തതാണ്. അപ്പോൾ ഉള്ളിൽ കൂടിയുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ നമുക്ക് നേരെ പോകാം കേട്ടോ അമൃത്സർ ഗോൾഡൻ ടെമ്പിളിലേക്ക്. നമ്മളിപ്പം മല ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. അതായത് നമ്മളെ ഹിമാചൽ പ്രദേശ് ഇറങ്ങിയിട്ട് നേരെ പഞ്ചാബിലേക്ക് പോവാണ് കേട്ടോ. ദൂരത്ത് കുറേ വില്ലേജൊക്കെ കണ്ടില്ലേ, നമ്മൾ നേരത്തെ മലേൻ്റെ മുകളിൽ നിന്ന് കണ്ട അതേപോലത്തെ വില്ലേജസ് ഒക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ മല ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ദൂരത്തുള്ള വില്ലേജൊക്കെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ ദൂരത്ത് നിന്ന് കണ്ടതൊക്കെ അടുത്തെത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി രസമുണ്ട് കേട്ടോ. പക്ഷേ വെയിലും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട് ഇവിടെ. നമ്മൾ നേരത്തെ കണ്ട പോലെ തണുപ്പും കാര്യങ്ങളൊന്നുമല്ല. നമ്മളത് ആ ദൂരത്ത് നിന്ന് കണ്ട വില്ലേജ് ഇതാ ഇവിടെ അടുത്തെത്തിയിട്ടുണ്ട്. നമ്മളിനി മുന്നോട്ടേക്ക് നേരെ പഞ്ചാബിലേക്ക് എത്തുമ്പോഴത്തേക്കിനും നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്തായാലും. നമ്മളിപ്പോൾ ഒരു വ്യൂ പോയിന്റ് ടൈപ്പിലാണ് കേട്ടോ. അതായത് വയനാട് ചുരത്തിൻ്റെ മുകളിൽ കാണില്ല, അതുപോലത്തെ ഒരു സെറ്റപ്പ്. പക്ഷേ അതിൻ്റെ കാര്യം കൂടുതൽ കാണാൻ പറ്റുന്നത് നോക്കിയാൽ താഴെയുള്ള ഗ്രാമങ്ങൾ മൊത്തം, വില്ലേജ് മൊത്തം കാണാൻ പറ്റും. വില്ലേജ് ആണോ സിറ്റി ആണോ ടൗൺ ആണോ എന്ന് അറിയില്ല. നമ്മൾ മുകളിൽ നിന്ന് കാണുന്നൊരു വിഷയമാണ്. ഇഷ്ടംപോലെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങ് താഴെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നോക്കിയാൽ ഫുള്ള് ബിൽഡിംഗ് ആണ്, അങ്ങ് മുതൽ ഇങ്ങ് വരെ ബിൽഡിംഗ് ആണ്. നമ്മളിനി താഴോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചാബിലേക്കാണ് ഇറങ്ങാൻ പോകുന്നത്. പഞ്ചാബാണ് താഴെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഹിമാചൽ പ്രദേശ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. കുറച്ച് ദൂരം ഹിമാചൽ പ്രദേശിൽ കൂടി പോകേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ഉന എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചാബ് എത്തും. അപ്പോൾ നോക്കിക്കേ, ഫുള്ള് പച്ചപ്പും അതുപോലെ ഫുള്ള് വീടുകളൊക്കെ തിങ്ങി നിറഞ്ഞ് കിടക്കുന്ന കാണാൻ പറ്റും. അങ്ങൊക്കെയാണ് കേട്ടോ, ആ മൂലക്കൊക്കെയാണ്, അങ്ങ് വരെ ഉണ്ട്. ഫുള്ള് ബിൽഡിങ് കേട്ടോ, അങ്ങൊക്കെ ഉണ്ട്, എല്ലാ ഭാഗത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ താഴോട്ടേക്കാണ് ഇറങ്ങാൻ പോകുന്നത്. ഇനി നമ്മുടെ യാത്ര ഹിൽ സ്റ്റേഷൻ കഴിഞ്ഞ് താഴോട്ടേക്ക് എത്താൻ പോകും കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്ന് നിർത്തിയതാണ് വ്യൂ പോയിൻ്റ് കണ്ടപ്പോൾ വീഡിയോ എടുക്കാനായിട്ട്. പിന്നെ എൻ്റെ കാലിൻ്റെ സ്റ്റിച്ച് ഇവിടെ നിന്ന് അയക്കാനുണ്ട്. സ്റ്റിച്ച് അയച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പോവാം. അപ്പോൾ നമ്മളെ വണ്ടി പോകാൻ പോവാണ്. ഇവിടുത്തെ റോഡൊക്കെ ശ്രദ്ധിച്ചു നിങ്ങൾ, നല്ല അടിപൊളി റോഡല്ലേ, നല്ല സ്മൂത്തായിട്ട് പോകാൻ പറ്റുന്ന റോഡാണ്. കുണ്ടും കുഴിയൊന്നും അത്യാവശ്യം ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. നല്ല സ്മൂത്തായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ഇതൊന്നും അറിയുന്നില്ല. ചില സ്ഥലത്തൊക്കെ ഓഫ് റോഡൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നല്ല ഇങ്ങനത്തെ റോഡൊക്കെ, ഉള്ളിലോട്ടുള്ള റോഡൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള റോഡാട്ടോ. നമ്മുടെ നാട്ടിൽ തന്നെ കാട്ടി നമ്മുടെ നാട്ടിലിപ്പോൾ പൈപ്പൊക്കെ കുഴിച്ചിട്ട് മൊത്തം അലമ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല രസമുണ്ട്. താഴെ കണ്ടോ, ഒരു വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന പോലെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ എന്തോ ഡാമോ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മളെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്ന പോലെ കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നത് അതുപോലെയൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു ഗസ് അടിച്ച് പറഞ്ഞത് ഡാമാണ്. ശരിക്കും നമ്മളൊന്നും കണ്ടിട്ടില്ലായിരുന്നു. നമ്മളിപ്പോൾ ഉനയിലുള്ള ഏതോ ഒരു ഉൾഗ്രാമത്തിലാട്ടോ ഉള്ളത്. ഉള്ളിൽ കൂടി തന്നെയുള്ള ഒരു വഴി കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. എന്നാലും നമ്മളെ റോഡ് സൈഡിൽ നല്ല അടിപൊളി പച്ചപ്പുല്ലുകൾ ഇങ്ങനെ വിതർന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറേ പായലും ഇങ്ങനെ റോഡിന് സൈഡിലായിട്ട് കിടക്കുന്ന കാണാൻ പറ്റും. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ കാണപ്പെടുന്ന ഒരു തരം പായലാണിത്. എല്ലാ സ്ഥലത്തും കാണാൻ പറ്റും. നമ്മളെ മിക്ക നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മിക്ക സ്ഥലത്തും ഇങ്ങനെ റോഡ് സൈഡിലായിട്ട് കാണാൻ പറ്റുന്ന ഒരു തരം പായലാണ്. നമ്മൾ വരുന്ന വഴിക്കൊക്കെ കണ്ടമാനം സ്ഥലത്ത് നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, കുറേ ഇങ്ങനെ വലിയ ഹൈറ്റിലൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാണാൻ പറ്റും. നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പോലീസും കാര്യങ്ങളൊക്കെ പൊക്കിക്കൊണ്ടുപോകും, അവരെ ആരാണ് വീട് വെച്ചിട്ടിരുന്നത് അവരൊക്കെ. പക്ഷേ ഇവിടെ കാട് പോലെ വളരുന്ന ഒരു സാധനം കേട്ടോ ഇത്. ഇതിന് വലിയ യൂസും കാര്യങ്ങളൊന്നുമില്ല. ഇതാ ഇവിടെയൊക്കെ കാണാൻ പറ്റും, ഫുൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇങ്ങനെ പെട്ടെന്ന് പോകുന്നതിനെ കൊണ്ട് മനസ്സിലാവില്ല എന്താ സാധനം എന്ന്. ഇതുപോലത്തെ ഒരു തരം പായലാണ്. നമ്മളെ നാട്ടിലൊക്കെ കാട്ടപ്പയൊക്കെ ഉണ്ടാകുന്ന പോലത്തെ ഒരു സാധനമാണ് ഇവിടെയൊക്കെ ഉണ്ടാകുന്നത്. ഫുള്ള് എല്ലാ റോഡ് സൈഡിലും എല്ലാ വശത്തുമായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അതുപോലെ കാട്ടിലും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഇത് കാണും. പക്ഷേ ഇത് വലിയ യൂസിനൊന്നും എടുക്കാറില്ല. ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കാട് പോലെ വളരുന്നതാണ്. ഇവിടെയൊക്കെ കണ്ടോ, ഫുള്ള് എല്ലാ സ്ഥലത്തും ഉണ്ട്. റോഡിൻ്റെ ഇരുവശത്തായിട്ട് എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് ഇത് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല, നമ്മളെ പോലീസ് നോക്കിക്കൊണ്ടേ ഉള്ളൂ. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഉണ്ട് വലിയ കാട് പോലെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നോർമലായിട്ട് കാണുന്ന ഒരു സാധനമാണ്. വലിയ യൂസൊന്നും ഇല്ലാണ്ട് ഇവരെ ഹോളിക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വെച്ചിട്ടുള്ള ഒരു സാധനമാണിത്. സാധാരണ ഒരു സാധനം. നമ്മൾ വരുന്നതിലേക്ക് പച്ച ഗോതമ്പൊക്കെ കണ്ടില്ലായിരുന്നു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിതാ വിളവെടുക്കാനായ ഗോതമ്പാട്ടോ, ഫുള്ള് സെറ്റായി നിൽക്കുന്നുണ്ട്. വിളവെടുക്കാനായിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ ഇതായി കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് മിക്കവാറും ഈ അടുത്ത് തന്നെ വിളവെടുക്കും. അപ്പോൾ വരുന്നതൊക്കെ നമ്മളിങ്ങനെ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ്. ഇത് കണ്ടോ, ഫുള്ള് സെറ്റായി കിടപ്പുണ്ട്. ഗോതമ്പൊക്കെ ഉണങ്ങി സെറ്റായിട്ടുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് ഇവരെ മറ്റേ നമ്മൾ അരി ഉണ്ടാക്കുന്നില്ലേ, അരി എടുക്കുന്നില്ല, അതുപോലത്തെ സെറ്റപ്പിൻ്റെ അകത്ത് ഇവരിത് എടുക്കുകയായിരിക്കും. ഉനയിലാട്ടോ ഇത്. ഉന എന്ന് പറഞ്ഞ ജില്ലയിലാണ്, ഹിമാചൽ പ്രദേശിലെ. നമ്മളിങ്ങനെ പഞ്ചാബിൻ്റെ ബോർഡർ എത്താറായി കേട്ടോ, ഹിമാചൽ പ്രദേശ് കടക്കാറായി. ഇവിടുത്തെ മലകൾ ശ്രദ്ധിച്ചോ, വേറൊരു സ്പെഷ്യൽ കാണുന്നുണ്ട്. ഇത് ഇതേപോലെ നമ്മൾ ഉദയ്പൂർ കണ്ടിട്ടുണ്ടായിരുന്നു, ഇതേപോലെ മലനിരകളൊക്കെ. എന്താ സംഭവം എന്നറിയില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ചെടികളൊക്കെ കാണുമ്പോൾ നമ്മളെ തമിഴ്നാട്ടിലൊക്കെ മലകളിലൊക്കെ കാണാൻ പറ്റുന്ന പോലത്തെ ചെടികളാണ്. അതായത് കൊടൈക്കനാലൊക്കെ പോകുന്ന വഴിക്കൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. മലയൊക്കെ കയറുമ്പോൾ ഇതുപോലെയായിരിക്കും ചെടികളും കാര്യങ്ങളൊക്കെ. ഇത് കണ്ടോ, വലിയൊരു മല എന്തോ കുത്തിയിട്ട് തുറന്നിട്ട് ഉണ്ടാക്കിയൊരു റോഡാണെന്ന് തോന്നുന്നുണ്ട്. രണ്ട് വശത്തും മല കാണുന്നുണ്ട്, നടുവിൽ റോഡും. എന്നാലും കൊള്ളാം, നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്, രസമുണ്ട് കാണാൻ. പക്ഷേ അത്യാവശ്യം ചൂടും വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. നമ്മളെ നേരത്തെ തണുപ്പ് പോലെയല്ല. നോക്കിക്കേ, കണ്ടോ, ഇവിടെയൊക്കെ കണ്ടോ. ഇതെനിക്ക് ഉദയ്പൂർ ഇതുപോലെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ചെടികൾ കറക്റ്റ് തമിഴ്നാട്ടിൽ നമ്മളെ മുൾച്ചെടി പോലെ ഒരു സാധനം ഉണ്ടാവും ഈ മലേൻ്റെ സൈഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ, ഉണങ്ങി വരണ്ടിട്ട് അതുപോലത്തെ സാധനമാണ് കാണുന്നത്. ഇനി നമ്മൾ എന്തായാലും പഞ്ചാബിൽ നല്ല ചൂടും കൊണ്ടായിരിക്കും പോവുക. അമൃത്സറും കഴിഞ്ഞിട്ട് നമുക്ക് വേഗം വിടണം, കാരണം അമ്മാതിരി ചൂടായിരിക്കും. രാജസ്ഥാനിലൊന്നും പറയേ വേണ്ട. കണ്ടോ, എല്ലാ സ്ഥലത്തും ഭൂപ്രകൃതി ഏകദേശം എനിക്ക് വേറൊരു ടൈപ്പ് ഉദയ്പൂരൊക്കെ ഇതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സെറ്റപ്പിലാണ് കാണുന്നത്. എന്തായാലും നമുക്ക് മുന്നോട്ടൊക്കെ തന്നെ പോയി നോക്കാം. അങ്ങനെ നമ്മളിതാ പഞ്ചാബിൽ കയറിയിട്ടുണ്ട്. നോക്കിക്കേ, പഞ്ചാബിൻ്റെ ബോർഡർ ആട്ടോ അത്. ഇനി നമ്മളെ പഞ്ചാബിലാണ്, ഹിമാചൽ പ്രദേശ്. അങ്ങനെ നമ്മൾ ക്രോസ് ചെയ്ത് നോക്കി, ഇനി കാട്ടിക്കൂടിയൊക്കെയുള്ള വഴിയാട്ടോ. ചെറിയൊരു ഇടയാണ്, വലിയ കാടെന്നൊന്നും പറയാൻ പറ്റില്ല, ഞാൻ ചുമ്മാ തള്ളിയതാണ്, വലിയ കാടൊന്നല്ല. ഇവിടുത്തെ പോലീസുകാർക്കൊന്നും ഹെൽമെറ്റ് വേണ്ട കേട്ടോ, ഹെൽമെറ്റ് ഇല്ലാണ്ടാണ് പോകുന്നത്. എനിക്ക് തൊപ്പി മാത്രം മതി. സിംഗാരായതുകൊണ്ട് സ്പെഷ്യൽ പെർമിഷനാണ്, വേറെ പോകാൻ പറ്റില്ല. ബേക്കിൽ കാണുന്ന വണ്ടിയില്ലേ പോലീസുകാരെ, അത് വന്നിട്ട് നമ്മളെ ബേക്കിൽ ഇങ്ങനെ വന്ന് ഇടിക്കുകയായിരുന്നു കേട്ടോ. അവർ ഡയറക്റ്റ് വന്നിട്ട് നമ്മളെ ബേക്കിൽ നിന്ന് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നേരത്തെയൊക്കെ. ഏറ്റവും ബേക്കിലായി ഓട്ടോക്കാർ. ഇവിടെയൊക്കെ ഫുള്ള് ഇലക്ഷൻ്റെ എന്താ സാധനം എന്നറിയില്ല, ഫുള്ള് പാർട്ടിക്കാരായിട്ടൊക്കെ ഉണ്ട്. ആ ദൂരത്ത് കണ്ടില്ലേ ഒരു ഗോൾഡ് കളറിൽ ഇങ്ങനെ തിളങ്ങി കിടക്കുന്നത്, അതാണ് നമ്മളെ അമൃത്സറിൻ്റെ ഗേറ്റ് എന്ന് പറയുന്നത്. ഇത് കടന്നിട്ടുണ്ടെങ്കിലാണ് അമൃത്സറിലേക്ക് കയറുന്നത്. ഇപ്പം നമ്മൾ പഞ്ചാബിലാട്ടോ ഉള്ളത്. നമ്മൾ നേരത്തെ നല്ല പോലെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കാരെ കുറേ പരിപാടികളൊന്നും റോഡിലുണ്ടായിരുന്നു. എന്താ സംഭവം എന്നറിയില്ല, ഇലക്ഷനും കാര്യങ്ങളാണോ എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു ആ സമയത്താണ്. അപ്പോൾ ഞങ്ങൾ അറിയുക പോലും ഇല്ല. അപ്പോൾ അതൊക്കെ കടന്നിട്ട് വരുമ്പോഴത്തേക്കിനെ നല്ല ലേറ്റായി. ഈ കവാടം കണ്ടോ, നല്ല രസമില്ല എൻട്രി ആയിട്ട് കാണാനായിട്ട്. ഇത് രാത്രി കാണാനായിട്ടോ നല്ല മനോഹരമായിട്ടുള്ള, രാവിലെ ഒരു രസം ഉണ്ടാവില്ല കാണാൻ. ഇത് നമ്മൾ അമൃത്സറിലുള്ള സ്ട്രീറ്റ് ആട്ടോ, അതായത് ഗോൾഡൻ ടെമ്പിളിൻ്റെ സൈഡിലായിട്ട് കാണുന്ന ഒരു സ്ട്രീറ്റാണ്. നല്ല അടിപൊളി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് രാത്രി. അതുപോലെ ഇൻ്റർലോക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു റോഡാട്ടോ ഇത്. നല്ല ഇടവഴിയും അത്യാവശ്യം ചെറിയ വണ്ടികളൊക്കെയാണ്. ഫുള്ള് നടക്കാനുള്ള ആൾക്കാരാണ്. നല്ല രസമുണ്ടായിരുന്നു രാത്രി അതിൽ കൂടി നടക്കാൻ. നമ്മളെ ഗോൾഡൻ ടെമ്പിൾ ആട്ടോ അത് കാണുന്നത്, വെട്ടി തിളങ്ങുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഉള്ളിലോട്ട് ചെന്ന് നോക്കാം, ഗോൾഡൻ ടെമ്പിളൊക്കെ കാണണം. ഇതിന് മുൻപും നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു 2 പ്രാവശ്യമൊക്കെ. അപ്പോൾ ഇത് കയറി നോക്കാം. നോക്കിക്കേ, വെട്ടി തിളങ്ങുന്നുണ്ടോ. ഈ രാത്രി ആട്ടോ ഈ ഗോൾഡിൻ്റെ കളർ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുക. രാവിലെ ആയിട്ടുണ്ടെങ്കിൽ വെറും വൈറ്റ് കളറിൽ അത് കാണാൻ പറ്റുള്ളൂ, വലിയതായിട്ട് നമുക്കൊന്നും എഫക്റ്റ് ചെയ്യില്ല. വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഗോൾഡ് ഉണ്ട്, പക്ഷേ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഞാൻ. നമുക്കിങ്ങനെ വെട്ടിത്തിളങ്ങുന്ന പോലെ കാണൂല. ഇത് കണ്ടോ, ഫുൾ കുറേ ആൾക്കാരും ഇവിടെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ശരിക്കും ഗുരുദ്വാരേൻ്റെ ഒരു വലിയൊരു സെറ്റപ്പാണ് അമൃത്സറിലുള്ള. ഇവരെ ഏറ്റവും വലിയ ടെമ്പിൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കിച്ചൺ എന്നും പറയപ്പെടുന്നുണ്ട്. അതായത് ഒരു ദിവസം 1 ലക്ഷത്തോളം ആൾക്കാർക്ക് ഇവിടുന്ന് ഫുഡ് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. നല്ല അടിപൊളി ഫുഡാട്ടോ. നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചത്. അപ്പോൾ ഈ ഗോൾഡൻ ടെമ്പിളൊക്കെ നമുക്കൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാം.
നമ്മളിപ്പോൾ ഇതാ ഇന്നലെ എത്തിയ അതേ സ്ട്രീറ്റിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നേരെ പോയിട്ടുണ്ടെങ്കിൽ ജാലിയൻവാല ഭാഗത്തും ഈ റൂട്ട് നേരെ ആട്ടോ നമുക്ക് പോകേണ്ടത് ജാലിയൻവാലാബിലേക്ക്. അപ്പോൾ നമുക്കിന്ന് ജാലിയൻവാല ബാഗിൽ പോയിട്ട് ഇതൊക്കെ കാണാം. ഗോൾഡൻ ടെമ്പിൾ രാവിലെയും പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇവിടെ തിരിക്കാം കേട്ടോ. ജാലിയൻവാലാബിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇതുപോലെ കുറേ സ്റ്റാറ്റ്യൂസ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച പോലെ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ആൾക്കാർ മരിച്ചില്ല ഇതിൻ്റെ ഉള്ളിൽ വെടികൊണ്ടിട്ട്. അപ്പോൾ അവരെ ഉള്ളിലേക്ക് കയറുന്ന രീതിയിലുള്ള ഒരു പ്രതിമയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കുട്ടിയൊക്കെ നോക്കുന്നുണ്ടില്ല അമ്മേന. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകുന്ന രീതിയിലുള്ള ഒരു പ്രതിമയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്തിനെയോ സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് വീഡിയോൻ്റെ അകത്ത് പറഞ്ഞത്. ഇവിടെയൊക്കെ ഉണ്ട് കണ്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു പാർക്ക് പോലത്തെ സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. ഫുള്ളായിട്ട് ഒരു പാർക്കിൻ്റെ വയസ്സ് സാധനം. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ കാണാനായിട്ട്. പൂക്കളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ റോഡ് സൈഡിലൊക്കെ ഉണ്ടാവില്ലേ, ആ ടൈപ്പ് പൂവ് ഇവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ പൂവ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഫുള്ള് ഇവിടെ മാത്രം ഒരു പച്ചപ്പ് പോലെ. ഇവിടെയൊക്കെ കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ വീരമൊക്കെ വെച്ചോ എന്താണെന്നറിയില്ല. എനിക്ക് സത്യത്തിൽ എന്താ പറയുക ഇതൊന്നും അറിയില്ല കേട്ടോ. ഹിസ്റ്ററി മര്യാദയ്ക്ക് അറിയില്ല, കാര്യമായിട്ടൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഒന്നും പറഞ്ഞു തരാൻ പറ്റില്ല. ഇവിടെ അതിൻ്റെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മതിലിനുള്ളിൽ വെച്ചിട്ടാട്ടോ ജാലിയൻവാല ബാഗ് ഉണ്ടായത്. അതായത് കൂട്ടവെടി. ഇവിടെ നിന്നല്ലേ ബക്സിങ് ഉണ്ടായ സംഭവം നടന്നതിന് ശേഷമാണ് ഇവിടുന്ന് മണ്ണ് വാരി പ്രതിജ്ഞ എടുത്തത്, ശപഥം ചെയ്തത്, പ്രതികാരം ചെയ്തു അല്ലേ. അപ്പോൾ ഇവിടെ നിന്നാണ് ഭഗത് സിംഗ് പ്രതികാരം ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇതാണ് നമ്മളെ ജാലിയൻവാല ബാഗ്. ഇവിടെ വെച്ചിട്ടാണ് മറ്റേ ആൾക്കാരൊക്കെ ബ്രിട്ടീഷുകാർ ഒരുമിച്ച് നിന്നിട്ട് വെടിവെച്ച് കൊന്ന ചരിത്രം പഠിച്ചിട്ടുണ്ടാവും. അത് മാത്രമേ എനിക്കും അറിയുള്ളൂ, കാര്യമായിട്ടൊന്നും അറിയില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇതിനുള്ളിൽ കയറിയിട്ടില്ലായിരുന്നു. ഈ പ്രാവശ്യം വന്നപ്പോൾ ഒന്ന് കയറാൻ വിചാരിച്ചാൽ അങ്ങനെ കയറിയതാണ്. ഇവിടെ പാർക്കുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുള്ളതിനെ കൊണ്ട് തന്നെ ഒരു പാർക്കായിട്ട് കണക്കൂട്ടാൻ പറ്റില്ല. ഫുള്ള് ജനസാഗരമാണ്. പിന്നെ കുറേ മെമ്മോറിയൽസും ഉണ്ട്. ഇത് ഇതിൻ്റെ മെയിൻ ഒരു സ്തൂപമാണ് കേട്ടോ. ഇതെന്തോ സൂചിപ്പിക്കുന്ന ഒരു സാധനമാണ്. ജാലിയൻവാല ബാഗിൻ്റെ ഈ സൂചനയായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. അന്നത്തെ വെടിവെപ്പിൽ ബുള്ളറ്റ് തറച്ച സ്ഥലങ്ങളാട്ടോ ഇത്. ഈ മാർക്ക് ചെയ്തിരിക്കുന്നതൊക്കെ ബുള്ളറ്റ് തറച്ച സ്ഥലങ്ങളാണ്. അന്നത്തെ വെടിവെപ്പിൻ്റെ അകത്ത് പൈസ ബുള്ളറ്റ് ആട്ടോ ഇതൊക്കെ. ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല എന്ന് കേട്ടിട്ടില്ലേ, അതിൻ്റെ ബുള്ളറ്റ് വന്ന സ്ഥലങ്ങളാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് മുഴുവനായിട്ട്. ഇവിടെയൊക്കെ ബുള്ളറ്റ് ഉണ്ടാവും കേട്ടോ. ഈ ഓട്ടൊക്കെ കണ്ടോ. അങ്ങനെയാണ് പറയുന്നത്. കറക്റ്റ് തന്നെ ആയിരിക്കും തോന്നുന്നു, കാരണം എല്ലാവരെയും പറ്റിക്കേണ്ട ആവശ്യമില്ലാതെ ഇരിക്കും. അപ്പോൾ ഇതൊക്കെ ബുള്ളറ്റ് കൊണ്ട പാടുകളാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ തിരിക്കാം കേട്ടോ. നേരെ തിരിച്ച് നമ്മളെ ബൈക്കിലെടുത്ത് പോയിട്ട് അവിടുന്ന് നമുക്ക് ചലിക്കാൻ അടുത്ത സ്ഥലത്തേക്ക്. നമ്മളങ്ങനെ അവിടെ നിന്ന് വന്നിതാ ഷഹീദി വെൽ എന്ന് പറഞ്ഞ വെല്ലിൻ്റെ അടുത്ത് എത്തി. അതായത് ഇതാട്ടോ ഷഹീദി വെൽ എന്നുള്ളത്. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുറേ ആൾക്കാർ വെടിവെക്കുന്ന സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചാടി ഒരു കിണറാട്ടോ. ഇത് കാണുന്നുണ്ടോയെന്നറിയില്ല. നല്ല ആഴ്ചകളുള്ളതാട്ടോ. എന്തൊക്കെയോ സാധനം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇത് അതേപോലെ തന്നെ ഒരു കിണറാണ്. രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചാടിയതാണ്. അങ്ങനെ ഇതിലൂടെ നിന്നും കുറേ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. കണ്ടോ, ഈ കിണറിലാണ് അന്ന് പണ്ട് ആൾക്കാർ ചാടിയത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനി പോവാം. അപ്പോൾ നമ്മൾ പോവാട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ലാസ്റ്റ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മളെ മെമ്മറിയൊക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പം കറൻ്റ്ലി ഡൽഹിയിലാണുള്ളത്. നമ്മളെ ബൈക്കിന് കുറച്ച് കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ റെഡിയാക്കി ഇപ്പോൾ എല്ലാം റെഡിയാക്കി നമ്മളെ ഡോക്ടർ സാർ കണ്ടില്ലായിരുന്നു ഉത്തരാഖണ്ഡ്. മൂപ്പരെ വീട്ടിലായിരുന്നു നമ്മൾ നിന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ 2 ദിവസം നിന്ന്, ഒരു ദിവസം ഫുള്ള് റെസ്റ്റായിരുന്നു. ഇന്നലെ ഫുള്ള് റെസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ കുത്തബ് മിനാർ, അതുപോലെ തന്നെ നമ്മൾ റെഡ് ഫോർട്ടൊക്കെ കണ്ടിട്ട് അതുവഴി നേരെ ആഗ്രയ്ക്ക് പോകാനാണ് പരിപാടി. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.